ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലായിടവും മഴയൊക്കെ ഉണ്ടല്ലോ. ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ ഇന്നും. പിന്നെ ഞാൻ ഇന്നൊരു മരണത്തിന് പോയിട്ടോ, അതിൻ്റെ ചടങ്ങുകളായിരുന്നു. അപ്പോൾ മരണത്തിന് പോയപ്പോൾ ആ വീട്ടിൽ ഒരു കൊച്ചുണ്ടായിരുന്നു, ഒരു കുഞ്ഞുകുട്ടി. ആ വീട്ടിലെ കുട്ടിയാണ്. അപ്പം അതിനിങ്ങനെ മരണമാണ് അല്ലെങ്കിൽ ആൾക്കാർ വരുന്നു, ഒരിടത്ത് നമ്മൾ ഒതുങ്ങിയിരിക്കണം എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. കുഞ്ഞുകുട്ടിയല്ലേ. കുഞ്ഞുകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു 4 വയസ്സുണ്ട്. അപ്പോൾ അവൻ ഇങ്ങനെ ഓടി കളിക്കുകയാണ്. ഒരിടത്ത് നിന്ന് ഓടും. അപ്പോൾ ഈ ബോഡി കിടക്കുന്ന ആ ഭാഗത്ത് വരും, പിന്നെ പുറത്ത് പോവും, അടുത്ത മുറിയിൽ പോവും. ഇങ്ങനെ ഓരോ മുറിയിലും ഓടി ഓടി നടക്കുന്നു. അതിൻ്റെ അവിടെ കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ അവൻ അവരുടെ അടുത്ത് അടി ഒഴിക്കാറുണ്ട്. വലിയവരായാലും അടിയൊക്കെ തരും. അങ്ങനെ ഭയങ്കര കുരുത്തക്കേടായിട്ട് നടക്കുകയാണ്. അപ്പം അതിൻ്റെ അമ്മ വന്ന് ഇടയ്ക്ക് ഇങ്ങനെ പറയുകയാണ്, ഭയങ്കര കുരുത്തക്കേടല്ലേ, സോറി കേട്ടോ, എന്തെങ്കിലും ചെയ്തോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, കുട്ടികളല്ലേ, കൊണ്ട് നിൽക്കുക തന്നെയാണ്. ആ കുട്ടി വീണ്ടും അടുത്തിരുന്ന ഒരു കുട്ടിയെ പോയി ഇടിക്കുകയും ഇങ്ങനെ തിരിച്ച് വലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് എണീറ്റ് അതിൻ്റെ അമ്മയുടെ അടുത്ത് അങ്ങ് പോയി. ഈ കൊച്ചിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊന്നും വലിയ കാര്യമാക്കണ്ട കേട്ടോ, ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ പറഞ്ഞു, ചേച്ചിയുടെ മോനും ഭയങ്കര കുരുത്തക്കേടായിരുന്നെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം എങ്ങനെയാണ് ആൾ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്, അവൻ കുറച്ചുകൂടെ വലിയ കുട്ടിയായില്ലേ, ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ലൈഫിൽ നടന്ന ഒരു കഥ അവൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു തീർന്നപ്പോൾ, ഏകദേശം ഒരു 3/4 ഭാഗമായപ്പോൾ അതിൻ്റെ ബാലൻസ് അവൾ എനിക്ക് തിരികെ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മോൻ്റെ കഥ അവിടെ മൊത്തം ഫേമസ് ആയി എന്ന്. നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാം. കഥയും ഒരു ചെറിയൊരു തമാശയും എല്ലാം കൂടെ ഉള്ളൊരു സംഭവമായിരുന്നു. ഒരു ദിവസം എല്ലാവരും കൂട്ടുകുടുംബം പോലെയാണ്. ഹസ്ബൻഡ്, അവരുടെ സഹോദരിമാർ, ഹസ്ബൻഡിൻ്റെ അച്ഛൻ, മക്കൾ, എല്ലാവരും അങ്ങനെ ഒരിടത്തായിരുന്നു. അപ്പോൾ അവർക്ക് ഇപ്പം എല്ലാവരും സെപ്പറേറ്റായി, ജോലിയൊക്കെ ആയി, അങ്ങനെ പല സ്ഥലങ്ങളിലാണ്. മക്കളുടെ പഠിത്തം അതൊക്കെ കൊണ്ട് എല്ലാവരും സെപ്പറേറ്റായി. ഇപ്പോൾ കുടുംബ വീട്ടിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ താമസിക്കാൻ. ഹസ്ബൻഡിൻ്റെ അച്ഛന് മരിച്ചുപോയി. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്ന ഒരു സമയത്ത് വൈകുന്നേരങ്ങളിൽ കട്ടനിട്ട് കൊണ്ടുവയ്ക്കും കേട്ടോ. എല്ലാവർക്കും കട്ടനിട്ട് കൊണ്ടുപോയി. അപ്പോൾ കട്ടനിട്ട് നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവച്ചു. ആദ്യം ഒരു വലിയ പാത്രം, അതായത് ചെമ്പ് എന്നൊക്കെ പറയുന്നത്, ചെമ്പ് അറിയാമല്ലോ എല്ലാവർക്കും, ആ ചെമ്പിൽ നിറച്ച് കട്ടനിട്ട് ഒരു 3/4 ഭാഗത്തോളം കട്ടനിട്ട് കൊണ്ടുവച്ചു. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, ഗ്ലാസ് എടുക്കാൻ അടുക്കളയിൽ പോയി ഗ്ലാസ് എടുത്ത സമയത്ത് എൻ്റെ മോൻ അമ്പാടിയാണ്. അവൻ ഓടി കളിക്കുന്നവർ എല്ലാവരും 3 വയസ്സ് വരുമായിരിക്കും കേട്ടോ. അങ്ങനെ അവൻ എന്ത് ചെയ്തു, ഈ ഡൈനിങ് ടേബിളിൻ്റെ ചെയറിൽ കയറി ഡൈനിങ് ടേബിളിൻ്റെ പുറത്തിരുന്നു. അപ്പം തേയില ദേഹത്തൂടെ വീഴും എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ട് ശ്രദ്ധിച്ച് ഞങ്ങൾ നിന്നു. സ്നാക്സ് എല്ലാവർക്കും കൊടുത്തു. എല്ലാവർക്കും ഷെയർ ചെയ്ത സമയത്ത് നമ്മൾ ഇത്തിരി ലേറ്റായി, കട്ടൻ നമ്മൾ ഗ്ലാസ്സുകളിലേക്ക് ഒഴിക്കാൻ ഇത്തിരി ലേറ്റായിപ്പോയി. അങ്ങനെ എന്ത് ചെയ്തു, എല്ലാവർക്കും സ്നാക്സൊക്കെ കൊടുത്തതിന് ശേഷം കട്ടൻ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് ചെമ്പ് എടുത്തപ്പോഴത്തേനും അതിൻ്റെ അകത്ത് എന്താണ് നടന്നതെന്നറിയാമോ, 2 മൊബൈൽ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒന്ന് ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ മൊബൈലും ഒന്ന് ഹസ്ബൻഡിൻ്റെ മൂത്ത സഹോദരിയുടെ മൊബൈലും ആയിരുന്നു. അപ്പം പെട്ടെന്ന് എന്ത് ചെയ്തു, തിളച്ച തേയിലെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, പെട്ടെന്ന് തന്നെ നമ്മൾ അതിൽ നിന്ന് വേറൊരു ഗ്ലാസ് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഈ 2 മൊബൈലും എടുത്ത് കൊണ്ടുവന്ന് ക്ലീൻ ചെയ്തിട്ട്, രക്ഷയിൽ അറിയാമല്ലോ, ഡിസ്പ്ലേ പോയി, 2ൻ്റെയും പോയി. അപ്പോൾ എന്ത് ചെയ്തു, അച്ഛന് പെട്ടെന്ന് ദേഷ്യം വന്നു, ഭയങ്കര കുരുത്തക്കേട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു കമ്പെടുത്ത് കൊച്ചിനെ ഇങ്ങനെ, നമുക്ക് ദേഷ്യം, ഇതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റില്ല, അപ്പുറമുള്ള ഒരു കുസൃതി ആയിപ്പോയില്ലേ, അങ്ങനെ അടിക്കാൻ വന്നപ്പം ഏറ്റവും ഇളയ നാത്തൂൻ എന്ത് ചെയ്തു, കൊച്ചിനെ എടുത്ത് കൊണ്ടുപോടി. അതെന്തോന്ന് വെച്ചാൽ അവൻ അറിയില്ലല്ലോ, കൊച്ചല്ലേ, അതിനെ അടിക്കല്ലേ വെച്ചാൽ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, അവൾ ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് ഓടിയിട്ട് എന്ത് ചെയ്തു, ഓടിയിട്ട് അങ്ങ് പോയി നിന്ന് ചിരി സഹിക്കാൻ വയ്യാട്ട ആളിന്, ഭയങ്കര ചിരി. ഇവിടെ നിന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ 2 മൊബൈൽ പോയതുകൊണ്ട് അവർക്ക് ദേഷ്യം വന്നിരിക്കുകയല്ലേ, അപ്പം വലിയ പ്രശ്നമാവും. അതുകൊണ്ട് അടുക്കള ഭാഗത്ത് പോയി നിന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞ്, ഇനി എൻ്റെ ഫോൺ എവിടെയും നോക്കട്ടെ എന്നും പറഞ്ഞു. അവിടെ എല്ലാം വന്ന് നോക്കിയപ്പം ഫോണ് കണ്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, പെട്ടെന്ന് പോയി തേയിലക്കകത്ത് നോക്കി, ഇനി അതിൻ്റെ അകത്ത് കിടക്കണമെന്ന്. പക്ഷേ ഏറ്റവും അടിയിൽ കിടന്നത് ഇളയ നാത്തിൻ്റെ ഫോണായിരുന്നു. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ 3 ഫോണും എൻ്റെ മോൻ ഇല്ലാതാക്കി. അപ്പം ഞാൻ എന്ത് ചെയ്തു,
ഈ കഥ അവളോടത്ത് ഇങ്ങനെ പറഞ്ഞ് അറിയാം ചേച്ചി, ഞാൻ ഈ കാര്യം ചേച്ചിയുടെ നാത്തും പറഞ്ഞ് എനിക്കതറിയാം എന്ന് പറഞ്ഞു. ഇപ്പം നമ്മളിന്ന് ഞാൻ മരണത്തിന് പോയത് ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണ്. നാത്തൂൻ പറഞ്ഞിട്ട് ആ കുട്ടിയെ അറിഞ്ഞതാണ്. അതായത് ഈ മോൻ്റെ കുരുത്തക്കേട് കണ്ടിട്ട് പറഞ്ഞതാണ്. ഞങ്ങളുടെ അമ്പാടി ഭയങ്കര കുരുത്തക്കേടായിരുന്നു. ഇങ്ങനെയുള്ള ഇനി ഒരുപാട് കുരുത്തക്കേടുകളുണ്ട്, നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമുള്ള കുരുത്തക്കേടായിരുന്നു. അപ്പം ഞാനങ്ങനെ ഈ കഥ പറഞ്ഞു കൊടുത്തത് ആ കുട്ടിക്ക് ഒരു സമാധാനം ആവട്ടെ. അതായത് നമ്മുടെ മക്കൾ പ്രായത്തിൽ അവർ ഒരുപാട് കുരുത്തക്കേട് കാണിക്കും. പ്രത്യേകിച്ച് ആൺകുട്ടികൾ ഭയങ്കര കുരുത്തക്കേടായിരിക്കും കേട്ടോ. പക്ഷേ ഒരു 10-12 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേനും കുട്ടികൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടാവും. അവർ പിന്നെ നല്ല സ്വഭാവമായിട്ട് മാറും. അങ്ങനെ ഞാനും ഒരുപാട് സങ്കടങ്ങൾ ഉണ്ട്. അപ്പോൾ ഇനി എൻ്റെ മോൻ്റെ കുരുത്തക്കേടുകൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇനിയുള്ള വീഡിയോകളിൽ ഞാനത് അപ്ലോഡ് ചെയ്തേക്കാം. ഇപ്പം ആൾ നല്ല നീറ്റാണ്. ഇപ്പോൾ കുരുത്തക്കേടൊന്നുമില്ല. ഒരിടത്തിരുന്ന് TV കാണുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങ് ഒതുങ്ങി കൂടിക്കോളും. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, എൻ്റെ ഷോർട്സിലൊക്കെ അമ്പാടിയെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് പക്ഷെ പെൺകുട്ടികൾ അത്ര കുരുത്തക്കേടുണ്ടാവില്ല. അവർ ഓട്ടം ചാട്ടം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവുള്ളൂ. ആൺകുട്ടികൾക്കാണ് കൂടുതലും കുരുത്തക്കേടുണ്ടാവുക. ഈ എത്രയും ഉള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന ആൺകുട്ടികളാണ്. പെൺകുട്ടികൾ സാധാരണ ഒതുങ്ങി ഒരിടത്ത് നല്ല അച്ചടക്കമായിട്ടൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോകളുമായി വീണ്ടും വരാം. അമ്പാടിയുടെ കുസൃതികളും വീണ്ടും ഇതിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പം എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.